ഇതെന്നാ നമ്മുടെ 10 പണ്ഡിതന്മാർ ഒപ്പിട്ട് വന്നത്. 2001 അത്ഭുതപ്പെട്ടു പോയി. കെ മൗലവിന്റെ അതേ ആദർശത്തിൽ നമ്മൾ ഇപ്പോഴുള്ളത്. 2011 ജൂൺ 21 10 പണ്ഡിതന്മാർ. ആരൊക്കെയാണ്? സി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, എം അബ്ദുറഹിമാൻ സലഫി, കെ കെ സക്കരിയ സലാഹി, അബൂബക്കർ സലഫി, അനീഫ് കായക്കൊടി, ഷമീർ മദീനി, ഷംസുദ്ദീൻ പാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഇവര് 10 ആൾ ഒപ്പിട്ട് നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് 5/10/2011 എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൗൺസിലിൽ വെച്ച് ഈ തീരുമാനത്തെ പറ്റി അബ്ദുറഹിമാൻ സലഫി പറഞ്ഞു, ജംഇയ്യത്തിന്റെ തീരുമാനത്തിന് ഒരു ഹർഫ് പോലും ഇതിനെതിരില്ല. KJ-ന്റെ പണ്ഡിതന്മാരെ വേദിയിലിരുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി നമുക്ക് വായിക്കാൻ പഠിക്കാം. ഒന്നാമത്തെ തീരുമാനം കേട്ടോളി. ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹിയായി വന്ന ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശർഇയ്യ. രോഗശമനത്തിന് വേണ്ടി സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശർഇയ്യ. കെ മൗലവി പറഞ്ഞ അതേ വാചകം പോലെ തോന്നില്ലേ? അപ്പോൾ യാതൊരു മാറ്റവും നമുക്കില്ല.